ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തേത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് പറയാം. പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കായാലും അല്ലെങ്കിൽ നമുക്ക് തന്നെ വൈകുന്നേരത്തെ ചായക്കടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഇതെന്ന് മനസ്സിലാവാത്ത വിധത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാകുമ്പം അതിന് വേറൊരു സ്റ്റൈലായിരിക്കും അല്ലേ, വേറൊരു എപ്രീസിയേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നത്. എന്താണെന്ന് വെച്ചാൽ റൈസ് പിസയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം സാധാരണ നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പം മൈദമാവോ അല്ലെങ്കിൽ ഈ ആട്ടമാവോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഡോ ഉണ്ടാക്കിയിട്ടല്ലേ പിസ്സ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ അതൊന്നും അല്ല എടുത്തിട്ടുള്ളത്, റൈസ് മിക്സ്ചറാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അരിമാവ് എന്താണെന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് കത്തി വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ പിസ്സക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അതിൻ്റെ ബേസ് അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, റൈസ് മിക്സ്ചർ എന്ന്. ആ ഒരു റൈസ് മിക്സ്ചറാണിത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളാപ്പത്തിൻ്റെ മാവാണ് ഈ കാണുന്നത്. അത് ഞാൻ ഇന്നലെ രാത്രി അരച്ചിട്ട് പൊങ്ങാനായിട്ട് വെച്ചതാണ്. ഇതിപ്പോൾ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് സാധാരണ കുറച്ച് വെള്ളാപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളാപ്പത്തിൻ്റെ മാവിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പിസ്സ ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ദോശൻ്റെ മാവ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തീരെ ക്ലിയർ ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ടാണ് ഇന്ന് പിസ്സ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളാപ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട്. വെള്ളാപ്പത്തിൻ്റെ മാവല്ലെങ്കിൽ ദോശൻ്റെ മാവാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ അതും യൂസ് ചെയ്യുക കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മാവ് ഞാൻ സാധാരണ വെള്ളാപ്പത്തിന് വേണ്ടിയിട്ട് അരച്ചെടുക്കുന്ന പോലെ തന്നെ അരച്ചെടുത്തതാണ്. അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന് നമ്മൾ പിസയാക്കി എടുക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ വേണമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ട് ഞാനിപ്പം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് അത് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളീൻ്റെ ഒരു പകുതിയോളം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി, 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, കുറച്ച് ഒറിഗാനോ, റോസ്മേരി അതൊക്കെ എടുത്തിട്ടുണ്ട്. അതൊരു ടീസ്പൂണൊക്കെ മതിയാവും. കുറച്ച് ഒലിവ്സ്, കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ നമ്മുടെ ചീസും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ചിക്കൻ ഒരു കീമ റെഡിയാക്കി എടുക്കണം. സാധാരണ നമ്മൾ പിസ്സ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ നിർബന്ധം ഇല്ലാത്തൊരു കാര്യമാണ്. ചിക്കൻ സാധാരണ ഒന്ന് പൊരിച്ചെടുത്താലും മതിയാവും. ഞാനിപ്പം ആ ഒരു കീമ പോലെ ആക്കി എടുക്കുന്നുണ്ട്. കാരണം അരിയാണല്ലോ നമ്മുടെ ബേസ്. അപ്പോൾ അതിലെപ്പോഴും പച്ചയായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവാൻ എപ്പോഴും ആ ഒരു കീമ സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ഉണ്ടാക്കട്ടെ. ചൂടായി വന്ന ഓയിലിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ളതാണെങ്കിൽ ഒന്ന് മതിയാവും. നമ്മുടെ ആ ഒരു പിസ്സൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള കീമയാണല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ എടുക്കുക. അപ്പം സവാളയൊന്നും ഇപ്പോൾ ഒരുപാട് അങ്ങ് മൂത്ത് കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ ഇതിലേക്ക് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഞാനിപ്പം ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ടിട്ട്, എല്ലാം കൊട്ടൊന്നും ഇല്ലാത്ത ചിക്കനാണ്, അത് പിന്നെ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങനെ അരഞ്ഞു പോകരുത്, ജസ്റ്റ് ക്രഷ് ആയാൽ മതി. പിന്നെ ഇത് ഈ പാനിലിട്ടിട്ട് ആ നെയ്യിലൊക്കെ ഒന്നിട്ട് മൊരിച്ചെടുക്കണം. എന്താ പറയുക, നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പം അതാണ് കടിക്കാൻ കൂടുതലും ടേസ്റ്റ് ഉണ്ടാവാൻ. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുണ്ട്, അത് ഞാനങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇട്ടൊന്നങ്ങ് മൊരിഞ്ഞ് വരാനായിട്ട്. നിർബന്ധമൊന്നുമില്ല ക്യാരറ്റ്. പിസയിൽ പൊതുവെ ക്യാരറ്റൊന്നും ചേർത്ത് കൊടുക്കൂലല്ലോ. ഞാൻ പിന്നെ ഇത് ഉള്ളത് ഗ്രേറ്റ് ചെയ്തത് അവിടെ ഉണ്ട്, അപ്പോൾ അത് വെറുതെ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടരുത്, കാരണം നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തത്. പിന്നെ ആ ഒരു അരിൻ്റെ ആ ബേസിലും എന്തായാലും ഉപ്പൊക്കെ ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോസ് ഞാൻ ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു പിസ്സൻ്റെ ബേസിൽ എന്തായാലും പുരട്ടി കൊടുക്കുകയും ചെയ്യും. ഒരു പുളിപ്പും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ചേർക്കുമ്പം നമ്മുടെ ഈ കീമ കൂടുതലും ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു പുളിപ്പോട് കൂടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണല്ലോ. അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ. അതിനായിട്ട് ഒന്ന് ജസ്റ്റ് അടച്ച് വെക്കണം. അതിന് മുമ്പ് ഞാനിപ്പം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം.
അപ്പോൾ എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മളിപ്പം ചേർത്ത ആ ഒരു പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാത്തിലും ഒന്ന് പിടിച്ച് നിൽക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ആ ചേർത്ത വെള്ളം ഇനി ഒന്ന് വറ്റി വരണം. എല്ലാത്തൊന്നും ഒന്നങ്ങ് വറ്റി വരണം. അപ്പോൾ അടച്ചൊന്നും വെക്കണ്ട, ജസ്റ്റ് തുറന്ന് വെച്ചിട്ട് ഒന്നങ്ങ് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നു കഴിഞ്ഞാൽ കീമ റെഡിയാവും. ഞാനിപ്പം പിസ്സ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ പാനിലാണ് ഉണ്ടാക്കുന്നത്, സോസ് പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും അങ്ങനെ അങ്ങ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളാപ്പത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് കുറച്ച് അധികം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ചെറിയൊരു വെള്ളാപ്പത്തിന് ഒഴിക്കുന്ന ആ ഒരു അതുപോലെയല്ല, കുറച്ച് അധികമായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതൊന്നങ്ങ് അടച്ച് വെക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ മുകളിൽ അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കരുത്. ഇതൊന്ന് ആറി വന്നതിന് ശേഷം മാത്രമേ ഇനി ബാക്കി ഓരോന്നും നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാവൂ. അപ്പോൾ ഞാനിപ്പോൾ അടച്ച് വെക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് അടിയിൽ വേറൊരു തവ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു പാൻ വെക്കുന്നത്. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ വെക്കുന്നിടത്ത് തീ കൂടുതലായി പോയാൽ അടി കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു തവ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്ര നേരം ഫ്ലെയിം ഒരു മീഡിയം ഹൈയിലാണുള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ലോ ആക്കിയിട്ട് വെക്കണം. ഇപ്പം ഹാഫ് കുക്ക് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയിപ്പം ബാക്കിയുള്ള ഓരോന്നും വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് ബാക്കി കുക്ക് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ഓരോന്നും നമ്മൾ പിസ്സയിൽ എന്തൊക്കെയാണോ ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുകളിൽ ഇനി കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത്, മൊസറല്ല ചീസാണ്, അത് കുറച്ച് ഗ്രേറ്റ് ചെയ്തത് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമ്മളടുത്ത് ഇപ്പം സ്ലൈസ് ആണുള്ളതെങ്കിൽ അതും സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചിക്കൻ കീമ അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും നമ്മൾ ആ ഒരു പിസ്സയിൽ എത്രയാണോ വേണ്ടത് അത് കണക്കാക്കിയിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മുകളിൽ ഓരോന്നായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. ലൈറ്റിൻ്റെ എന്തോ ചെറിയ പ്രശ്നം വരുന്നു, എന്താ പറയുക, ചില സമയത്ത് ഇങ്ങനെയാണ്. ചിക്കൻ കീമ എല്ലാ ഭാഗത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മുകളിൽ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുക. അപ്പം ഞാനിപ്പം സ്ലൈസും വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് മൊസറല്ല ചീസ് അതും സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പം റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി, അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ഉള്ളി, കുറച്ച് ഒലിവ്സ് ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ റോസ്മെരി അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് ഫസ്റ്റ് ആ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് കീമൻ്റെ മുകളിലായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കീമ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് വിതറി കൊടുക്കാം. പിന്നെ അടച്ച് വെച്ചിട്ട് ബാക്കി അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും, ചീസൊക്കെ നന്നായി മെൽറ്റായി വരികയും ചെയ്യും. ഒരു 10-15 മിനിറ്റ് മാക്സിമം ലോ ഫ്ലെയിമിൽ അങ്ങനെ അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ റൈസ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ആ മെൽറ്റായ ചീസിൻ്റെ മുകളിലേക്ക് അങ്ങനെ അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പിസ്സയാണിത്. ഇനിയിപ്പോൾ നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഇനി ഇതിപ്പം ചൂടോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങ് സെർവ് ചെയ്യാം. എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. ആ ചൂടിൽ തന്നെ അരിമാവ്, പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ കീമ, ടൊമാറ്റോ സോസ്, മെൽറ്റായിട്ടുള്ള ചീസ്, വെജിറ്റബിൾസ് ഒക്കെ കൂടെ കടിക്കുമ്പം അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വീട്ടിൽ വെള്ളാപ്പത്തിൻ്റെ മാവോ അല്ലെങ്കിൽ ദോശ മാവോ ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതേപോലെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഇതേപോലെ തന്നെ ദോശ മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വലിയ ക്ലിയർ ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്നാലും കുറേ ആൾക്കാർ കണ്ടിട്ട് അവർക്കൊക്കെ ഇഷ്ടമായി, വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പിയും നിങ്ങളെന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. പുതിയ റെസിപ്പീസുമായിട്ട് നമുക്കിനിയും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.